ഗ്രാമപഞ്ചായത്ത് പാണിമലപ്പുറം കോളനി 12-ാം വാർഡിൽ അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന കുടിവെള്ള പ്രശ്നത്തെ നേരിട്ടുകൊണ്ട് കഴിഞ്ഞ 1.5 മാസക്കാലമായി ഈ പ്രദേശത്ത് കുടിവെള്ളം വളരെ ക്ഷാമമായി ഇരിക്കുന്നൊരു സമയമാണ്. തൊട്ടടുത്ത മലങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഇതിൻ്റെ പമ്പിങ് നടക്കുന്നുണ്ട്, വാട്ടർ പമ്പിങ് നടക്കുന്നുണ്ട്. നമുക്ക് വിഷയങ്ങൾ നേരിട്ട് തന്നെ ഈ ഗുണഭോക്താക്കളിൽ നിന്നും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് 1.5 മാസമായി വെള്ളം കിട്ടിയിട്ട് 1.5 മാസമല്ലേ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ട് അതിൽ തോന്നിയായി. വല്ലപ്പോഴും മാസത്തിൽ ഒരു പ്രാവശ്യം വെള്ളം വരും. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും വെള്ളം കിട്ടുന്നില്ല. ഇവിടെ ഒന്നും കിണറില്ലാത്ത വീടുകളാണ്. പിന്നെ അതുകൊണ്ട് ഭയങ്കര ദുരിതമാണ് വെള്ളത്തിന്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിണറുള്ളവർ പോലും ഞങ്ങളങ്ങോട്ട് വെള്ളം കോരിക്കത്തില്ല. അത്രയ്ക്ക് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെയാണ് പോയി തുണി കഴുകുകയും കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതിന് പരിഹാരം കണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടണം. എൻ്റെ ആഴ്ച 2 ദിവസം വെള്ളം കിട്ടട്ടെ. ആഴ്ച മൊത്തം വേണമെന്ന് പറയുന്നില്ല. 2 ദിവസമെങ്കിലും വെള്ളം തുറന്നു വിട്ട് ഉള്ളിലോട്ടുള്ള വീടുകൾക്ക് ഒട്ടും വെള്ളം കിട്ടത്തില്ല. ഒരു അരമണിക്കൂർ വെള്ളം കെട്ടത്തക്കോണം വെള്ളം തുറന്നു വിട്ടുണ്ടാവും. ഇത് വെള്ളം അഥവാ തുറന്നു വിട്ടുകഴിഞ്ഞാൽ ഒരു കുടം കിട്ടും. അത് റോഡ് സൈഡിൽ അല്ലാതെ കേട്ടറിഞ്ഞ് കുടം കൊണ്ട് തരുമ്പോൾ ഇവിടെ വെള്ളമില്ല. കാലാകാലങ്ങളായി ഈ പാനൂർ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പഞ്ചായത്തിലും വാട്ടർ സപ്ലൈയിലും ജില്ലാ കളക്ടർ വരെ ഈ പ്രദേശത്തെ ആൾക്കാർ മൊത്തം ശേഖരിച്ച് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നാളിതുവരെയും ഇവിടെ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പ്രധാനമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണ്. അവർ ഈ പട്ടികജാതി കോളനി തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നമുക്കറിയാം, ഓരോ വികസനങ്ങൾ വരുമ്പോഴും ഇവിടുത്തെ പട്ടികജാതിക്കാരെ മൊത്തം അവഗണിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ കുടിവെള്ള കാര്യം പറഞ്ഞാൽ എത്ര പറഞ്ഞാലും ആ വാട്ടർ സപ്ലൈ നിൽക്കുന്ന പയ്യൻ ഇങ്ങോട്ട് വെള്ളം തുറന്നു വിടത്തില്ല. ആ 4 സൈഡിലും വെള്ളം കിട്ടിയാലും ഈ പാണ്ടിനപ്പുറത്ത് ഒരു തുള്ളി വെള്ളം കിട്ടില്ല. കാരണം ഇവരൊക്കെ കിലോമീറ്ററുകൾ ദൂരെ ചുമന്നാണ് വെള്ളം കൊണ്ടുവന്ന് അവർ അന്നുള്ള ആഹാരം എന്ത് കഴിക്കുന്നതും കുടിക്കുന്നതല്ല. അവിടെ തുണി കഴുകാൻ തന്നെ ഒരാൾ പറഞ്ഞിട്ടില്ല, കല്ലടയെ കൊണ്ടുപോയി, ഒരാൾ പറഞ്ഞത് ഇടയ്ക്കാട്ടി കൊണ്ടുപോയി, അങ്ങനെ ഓരോ ദേശത്തും കൊണ്ടുപോയാണ്. ഇപ്പോൾ ഒരു ടാങ്ക് വെള്ളം അടിക്കണമെങ്കിൽ 1000 രൂപ കൊടുക്കണം. കൂലിവേലക്കാരായി ഈ കർഷക തൊഴിലാളികൾ എവിടെ നിന്ന് 1000 രൂപ എഴുതി വെള്ളം എടുത്ത് കുടിക്കാനൊക്കെ. അതുകൊണ്ട് ഇതിന് ശാശ്വത ഒരു പരിഹാരം ഉണ്ടാവണം മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വെള്ളമില്ല, എല്ലാവരും